ഹായ് പാർട്ട്നേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സിൽ ചിലർ സാധനങ്ങൾ വാങ്ങിയിട്ട് പണം തരാതെ മുങ്ങിയാൽ എന്ത് ചെയ്യും? ആ നഷ്ടം നമ്മുടെ ടാക്സിൽ കുറയ്ക്കാൻ പറ്റുമോ? ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. തീർച്ചയായും പറ്റും. ഇതിനെയാണ് ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 14 പ്രകാരം ബാഡ് ഡെപ്റ്റ് അഥവാ കിട്ടാക്കടം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചെലവിൽ കുറയ്ക്കാം. പക്ഷേ അതിന് നിയമം അനുശാസിക്കുന്ന ചില നിബന്ധനകൾ കൃത്യമായി പാലിക്കണം. ഒന്നാമത്തെ നിബന്ധന, ഈ കിട്ടാക്കടം നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സർവീസ് നൽകിയത് കൊണ്ടോ ഉണ്ടായ ബാഡ് ഡെപ്റ്റ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ കൊടുത്ത പേഴ്സണൽ ലോണോ മറ്റോ ആകരുത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന, ഈ തുക നാം മുമ്പ് എപ്പോഴെങ്കിലും നമ്മുടെ ടാക്സബിൾ ഇൻകമായി ഡിക്ലെയർ ചെയ്തതായിരിക്കണം. ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ അക്രൂവൽ കൗണ്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതുക. നമ്മൾ ഒരു കസ്റ്റമർക്ക് 50,000 റിയാലിന് സാധനങ്ങൾ ക്രെഡിറ്റിന് വിറ്റു. അപ്പോൾ തന്നെ ഈ 50,000 റിയാൽ നമ്മുടെ ആ വർഷത്തെ വരുമാനമായി കാണിച്ച് നമ്മൾ അതിന്മേലുള്ള ടാക്സ് കണക്കാക്കിയിട്ടുണ്ടാകും. കുറെ കഴിഞ്ഞ് ആ കസ്റ്റമർ ബാങ്ക്രപ്റ്റ് ആയി, പാപ്പരായി എന്ന് കരുതുക. നമുക്ക് ആ 50,000 റിയാൽ കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോൾ മൂന്നാമത്തെ നിബന്ധന വരും. അതായത് ഈ തുക കിട്ടില്ല എന്നതിന് വ്യക്തമായ തെളിവ് വേണം. ഒരുപക്ഷെ അത് കോടതിയിൽ നിന്നുള്ള ഉത്തരവോ അല്ലെങ്കിൽ നിയമപരമായ മറ്റ് രേഖകളോ ആകാം. ഈ തെളിവ് കിട്ടിയ ശേഷം ആ 50,000 റിയാലിനെ നമ്മുടെ അക്കൗണ്ടിംഗ് ബുക്കുകളിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യാം. അഥവാ ഇതൊരു നഷ്ടമായി രേഖപ്പെടുത്തണം എന്നർത്ഥം. ഇത്രയും ചെയ്താൽ ആ 50,000 റിയാൽ നമുക്ക് ആ വർഷത്തെ ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസായി ഇൻകം ടാക്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് ബേസിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അതേസമയം നമ്മുടെ ബിസിനസ് വളർത്താൻ നമ്മൾ ചെയ്യുന്ന റിസർച്ചിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയുള്ള R&D ചെലവുകൾ ടാക്സിൽ കുറയ്ക്കാൻ പറ്റുമോ? അക്കാര്യം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Hope to see you again. നൗഷാദ് അക്കുറേറ്റ്.